തേർഡ് യൂണിറ്റ് ഹൗ മെനി നമ്പേഴ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്പ്ലിറ്റിംഗ് അപ്പ് ആണ്. ഇവിടെ 10,000 എന്ന് നമ്മൾക്ക് നമ്പർ തന്നിട്ടുണ്ട് അല്ലെ. എത്ര ഹൗ മെനി വൺസ് ആണ് ചോദിച്ചിട്ടുണ്ട്, ഹൗ മെനി ടെൻസ്, ഹൗ മെനി ഹൺഡ്രഡ്സ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹൗ മെനി വൺസ് ആണ്, 10,000 എത്ര വൺസ് ഉണ്ട്? 10,000 വൺസ് ഉണ്ട് അല്ലെ. ഹൗ മെനി ടെൻസ്, എത്ര ടെൻസ് ആണ്? 1000 ടെൻസ് അല്ലെ. 1000 into 10 ആണ് അല്ലെ 10,000. ഹൗ മെനി ഹൺഡ്രഡ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്, എത്ര ഹൺഡ്രഡ്സ് ആണ്? 100 ഹൺഡ്രഡ്സ് ആണ് അല്ലെ. 100 into 100 ആണ് 10,000. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. 10,000s ഉണ്ട്. 10,000 10,000s ഉണ്ട്. എത്ര വൺസ് ആണ്? 10,000 വൺസ് ആണ്. എത്ര ടെൻസ് ആണ്? 1000 ടെൻസ് ആണ്. 100 ഹൺഡ്രഡ്സ് ആണ് 10,000. നെക്സ്റ്റ് നോക്കൂ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ആസ് ഗിവൺ ബിലോ. 13,000നെ നമുക്ക് എന്താണ്, എത്ര വൺസ് ആണ്, എത്ര ടെൻസ് ആണ്, എത്ര ഹൺഡ്രഡ്സ് ആണ്, എത്ര തൗസൻഡ്സ് ആണെന്ന് എഴുതണം കേട്ടോ. അപ്പൊ 13,000s എത്ര വൺസ് ഉണ്ട്? 13,000 വൺസ് ആണ് അല്ലെ. 13,000 വൺസ് എന്ന് എഴുതാം. എത്ര ടെൻസ് ആണ്? 1,300 ടെൻസ് ആണ് അല്ലെ. 1,300 into 10 എത്രയാ വരിക? 13,000 അല്ലേ. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 130 ഹൺഡ്രഡ്സ് ആണ് അല്ലെ. 130 into 100 അല്ലേ 13,000. ദെൻ എത്ര തൗസൻഡ്സ് ആണ്? 13,000s ആണ് എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, 6,700 ആണ്. നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം ഡിഫറെന്റ് വേസില്? 6,700 വൺസ് എന്ന് എഴുതാം അല്ലെ. 670 ടെൻസ് എന്ന് എഴുതാം. എത്ര ഹൺഡ്രഡ്സ് ആണ്? 67 ഹൺഡ്രഡ്സ് അതല്ലേ 6,700. അങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് പസിൽ കോർണർ ആണ്. Who am I? 6 hundreds, 6 tens, 6 thousands, 6 ones. അപ്പൊ എങ്ങനെയാ? 6 thousands ആണ് അല്ലെ. 6 thousands ആണ്, 6 hundreds ആണ്, 6 tens ആണ്, 6 ones ആണ്. അപ്പൊ എത്രയാ? 6,666 അല്ലെ നമ്പർ വരിക. അങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് എറണാകുളം ടു അമൃത്സർ. The table shows the stations at which a train from Ernakulam to Amritsar stops and their distances from Ernakulam. ഇവിടെ ടേബിൾ കാണിച്ചിട്ടുണ്ട് അല്ലെ. ആ ടേബിളില് എറണാകുളത്ത് നിന്ന് അമൃത്സറിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സ്റ്റോപ്പുകളും അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് സ്റ്റോപ്പിലോട്ടുള്ള ദൂരങ്ങളുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. Find the first station at which the train stops after leaving Ernakulam. എറണാകുളം വിട്ടതിന് ശേഷം ട്രെയിന് നിർത്തുന്ന ആദ്യത്തെ സ്റ്റേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ അതർ സ്റ്റേഷൻസ് ആൻഡ് ഡിസ്റ്റൻസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ബാക്കിയുള്ള സ്റ്റേഷൻസും അതിന്റെ ഡിസ്റ്റൻസസും കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എറണാകുളം വിട്ടതിന് ശേഷം ഫസ്റ്റ് ഏത് സ്റ്റേഷനിലാണോ ട്രെയിൻ നിർത്തുന്നത് അങ്ങനെ തൊട്ടിട്ട് ഓർഡറിൽ എഴുതുക കേട്ടോ. സ്റ്റേഷനും ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ്, മാംഗ്ലൂര്, കോഴിക്കോട്, അമൃത്സർ, സൂററ്റ്, ന്യൂഡൽഹി, ലുധിയാന. അപ്പോ ഏതാണ് ഫസ്റ്റ് സ്റ്റേഷൻ? കോഴിക്കോട് ആണല്ലേ. 193 കിലോമീറ്റർ ഉള്ളൂ. കോഴിക്കോട് ഫസ്റ്റ് എഴുതുക, ഡിസ്റ്റൻസും എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഏതാണ്? കാസർഗോഡ് ആണ്, 368 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് മാംഗ്ലൂർ ആണ്, 415 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് സൂററ്റ് 1,522 കിലോമീറ്റർ. അടുത്തത് ന്യൂഡൽഹി 2,643 kilometer. Then next Ludhiana 2,956 kilometer. Then last Amritsar 3,096 kilometer. നെക്സ്റ്റ് കണ്ടിന്യൂ ദ പാറ്റേൺ ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 10,050, 10,051, 10,052 ആണ് അല്ലെ. എന്താണ് മാറ്റം? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. 1 വെച്ച് ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. അപ്പൊ നെക്സ്റ്റ് നമ്പർ എത്രയാ വരിക? 10,053. then അടുത്തത് 10,054. then last 10,055. then അടുത്തത് നോക്കുക 11,085, then 11,086, 11,087. വൺസ് പ്ലേസിൽ 1 വെച്ച് ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. അപ്പൊ എത്രയാ വരിക? 11,088, 11,089, 11,090. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. then അടുത്തത് 19,995, 19,996, 19,997. ഇവിടെ എങ്ങനെയാ? 1 വെച്ച് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എത്രയാ വരിക? 19,998, 19,999. then next നമ്പർ എത്രയാ വരിക? 1 ഇൻക്രീസ് ചെയ്ത 20,000. ലാസ്റ്റ് 12,320, 12,340, 12,360. എവിടെയാണ് മാറ്റം വരുന്നത്? ടെൻസ് പ്ലേസിലാണ്. ടെൻസ് പ്ലേസിൽ എത്ര വെച്ചിട്ടാ? 2 വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ മൊത്തം എത്രയാ കൂടുന്നത്? 20 ആണ് കൂടുന്നത് അല്ലെ. അപ്പൊ നെക്സ്റ്റ് എങ്ങനെ വരിക? 12,380, 12,380 കൂടെ 20 ആഡ് ചെയ്ത 12,400. then next 12,420. അടുത്തത് എയർപ്ലെയിൻ ആണ്. ആഫ്റ്റർ ദ ടൂർ ദ റിട്ടേൺ ഇൻ ആൻ എയർപ്ലെയിൻ. ടൂറിന് ശേഷം അവർ മടങ്ങുന്നത് എയർപ്ലെയിനിലാണ്.
A screen at the airport displayed the numbers of flights arriving and departing. എയർപോർട്ടിൽ വരികയും പോവുകയും ചെയ്യുന്ന ഫ്ലൈറ്റ്സുകളുടെ നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വാട്ട് ഈസ് അവർ ഫ്ലൈറ്റ് നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിമാനത്തിന്റെ നമ്പർ എത്രയാന്ന് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫ്ലൈറ്റ് നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ക്ലൂസ് ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫ്ലൈറ്റ് നമ്പർ ഹാസ് 4 digits. ഫ്ലൈറ്റ് നമ്പറിന് എത്ര ഡിജിറ്റ്സ് ആണുള്ളത്? 4 digits ആണുള്ളത്. ആദ്യത്തെ ക്ലൂ എന്താണ്? 4 digit നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം 4 digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്ന? 1000 തൊട്ടിട്ടല്ലേ. അപ്പൊ നമ്മള് തൗസൻഡ്സ് പ്ലേസിൽ 1 എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് അറിയേണ്ടത് ഹൺഡ്രഡ്സ് പ്ലേസിൽ ഡിജിറ്റുകൾ കാണണം, ടെൻസ് പ്ലേസിലെയും വൺസ് പ്ലേസിലെയും ഡിജിറ്റ് കാണണം അല്ലെ. ദെൻ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ് അറ്റ് ദ ഹൺഡ്രഡ്സ് ആൻഡ് ടെൻസ് പ്ലേസസ് ഈസ് ഡബിൾ ദ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ് അറ്റ് ദ തൗസൻഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് പ്ലേസസ്. അതിനുള്ള ക്ലൂസ് നോക്കൂ. തൗസൻഡ്സ് പ്ലേസിലെയും ഹൺഡ്രഡ്സ് പ്ലേസിലെയും ഡിജിറ്റുകൾ ചേർന്നുണ്ടാകുന്ന നമ്പറിന്റെ ഡബിൾ ആണ് ഹൺഡ്രഡ്സ് പ്ലേസിലെയും ടെൻസ് പ്ലേസിലെയും ഡിജിറ്റുകൾ ചേർന്നുണ്ടാകുന്ന നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഹൺഡ്രഡ്സ് പ്ലേസിൽ 2 എന്ന് കൊടുത്തു വിചാരിക്കും. നെക്സ്റ്റ് നമ്പർ 2 ആണല്ലോ. അപ്പൊ തൗസൻഡ്സ് പ്ലേസിലെയും ഹൺഡ്രഡ്സ് പ്ലേസിലെയും ഡിജിറ്റുകൾ ചേർന്നുണ്ടാകുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണല്ലേ. ആ 12ന്റെ ആണ് എന്തെന്ന് പറയുന്നത്? ഹൺഡ്രഡ്സ് പ്ലേസിലെയും ടെൻസ് പ്ലേസിലെയും ഡിജിറ്റുകൾ ചേർന്നുണ്ടാകുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 12ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 24 അല്ലേ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ടെൻസ് പ്ലേസിൽ നമുക്ക് എന്ത് എഴുതിയാൽ മതി? 4 എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആവൂലോ. അതായത് തൗസൻഡ്സ് പ്ലേസിൽ 1, ഹൺഡ്രഡ്സ് പ്ലേസിൽ 2. അത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? 12 ആണ് അല്ലെ. ആ 12ന്റെ എന്താണ്? ഡബിൾ ആണ് ഹൺഡ്രഡ്സ് പ്ലേസിലെയും ടെൻസ് പ്ലേസിലെയും ഡിജിറ്റ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 24 അല്ലേ വരുന്നത്. അപ്പൊ കറക്റ്റ് ആയല്ലോ. ദ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ് അറ്റ് ഹൺഡ്രഡ്സ് ആൻഡ് ടെൻസ് പ്ലേസ്. ഹൺഡ്രഡ്സിലെയും ടെൻസ് പ്ലേസിലെയും ഡിജിറ്റുകൾ ചേർന്നുകൊണ്ടുണ്ടാവുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 24 ആണ് അല്ലെ. ആ 24ന്റെ ഇരട്ടിയാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്ലൂ കേട്ടോ. ആ 24ന്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ടെൻസിലെയും വൺസ് പ്ലേസിലെയും ഡിജിറ്റുകൾ ഫോം ചെയ്യുന്ന നമ്പർ എന്നാണ് കേട്ടോ. 24ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 48 അല്ലേ. അപ്പൊ എന്താണ് വൺസ് പ്ലേസിൽ വരിക? 8 അല്ലേ. കറക്റ്റ് ആയല്ലോ. ഫ്ലൈറ്റ് നമ്പർ എത്രയാ? 1248. റൈറ്റ് ദി ഫ്ലൈറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്താ എഴുതുക? നമ്പർ എത്രയാ? 1248 അല്ലേ. അത് എഴുതുക. അടുത്തത് റോമൻ ന്യൂമറൽസ്. അവിടെ നോക്കൂ, ഒരു ക്ലോക്ക് കാണിച്ചിട്ടുണ്ട്. ആ ക്ലോക്ക് നോക്കിയിട്ട് എന്താ കുട്ടി പറയുന്നത്? നോ നമ്പേഴ്സ് ഇൻ ദിസ് ക്ലോക്ക് എന്ന് പറയുന്നു അല്ലെ. എന്താണ്? ഈ ക്ലോക്കില് നമ്പറുകൾ ഇല്ല എന്ന് പറയുന്നു. അവിടെ ടീച്ചർ എന്താ പറയുന്നത്? നമ്പേഴ്സ് ദേ ആർ ദ റോമൻ ന്യൂമറൽസ് എന്ന് പറയുന്നു അല്ലെ. എന്താണ്? നമ്പേഴ്സ് ഉണ്ട്, എന്താണ്? റോമൻ സംഖ്യകളാണ് എന്ന് പറയുകയാണ് കേട്ടോ. റോമൻ സംഖ്യകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്പേഴ്സ് ഓഫ് ക്ലോക്ക് ഇൻ റോമൻ ന്യൂമറൽസ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഇത് നമ്പേഴ്സ് ഇൻ അബാക്കസ്. സീ ദ അബാക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അബാക്കസിൽ എത്ര പ്ലേസസ് ഉള്ളത്? 5 places ഉണ്ട്. 10,000 ഉണ്ട്, 1000, 100, 10, 1. Write all 5 digit numbers that can be shown in the abacus യൂസിങ് ജസ്റ്റ് 2 beads എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആകെ 2 beads വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ 5 digit numbers 5 അക്ക സംഖ്യകളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാ വരിക? 2 beads കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 5 digit numbers എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ? ഫസ്റ്റ് 10,000ന്റെ പ്ലേസിൽ ഒരു ബീഡ് ഇടുക, മറ്റേ ബീഡ് എവിടെ കൊണ്ടിടുക? വൺസ് പ്ലേസിൽ ഇടുക. അപ്പൊ എത്രയാ നമ്പർ വരിക? 10,001 അല്ലെ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാ? 10,000ല് ഒരു ബീഡ് ഇടുക, സെക്കൻഡ് ബീഡ് എവിടെ ഇടുക? 10th പ്ലേസിൽ കൊണ്ടിടുക. അപ്പൊ എത്രയാ? 10,010. ദെൻ അടുത്തത് ഏതാ വരിക? ഫസ്റ്റ് 10,000ല് ഒരു ബീഡ് ഇടുക, ദെൻ 100th പ്ലേസിൽ ഒരു ബീഡ് ഇടുക. അപ്പൊ എത്രയാ? 10,100. ദെൻ നെക്സ്റ്റ് 10,000ന്റെ പ്ലേസിൽ 1 ബീഡ്, 1000th പ്ലേസിൽ ഒരു ബീഡ് ഇടുക. അപ്പൊ എത്രയാ വരിക? 11,000. ദെൻ എന്ത് ചെയ്യാ? ഈ 2 ബീഡ്സും എവിടെ ഇടാം? 10,000 എന്നുള്ള പ്ലേസിൽ ഇടാം അല്ലെ. അപ്പൊ എത്രയാ വരിക? 20,000. അപ്പൊ ഇത്രയും നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ. നെക്സ്റ്റ്, ഹൗ മെനി ഹൺഡ്രഡ്സ്? Write the largest and smallest 5 digit numbers that can be made using the digits 1 to 5. അതായത് 1 മുതൽ 5 വരെയുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലുതും ചെറുതും ആയ 5 അക്ക സംഖ്യകളാണ് കേട്ടോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്മോളസ്റ്റ് 5 digit നമ്പർ ഏതാ? 1 to 5 വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന സ്മോളസ്റ്റ് 5 digit നമ്പർ എന്ന് പറഞ്ഞാൽ 12,345 അല്ലെ. ദെൻ ലാർജസ്റ്റ് 5 digit നമ്പർ ഏതാണ്? 54,321. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഹൗ മെനി ഹൺഡ്രഡ്സ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ? ലാർജസ്റ്റ് നമ്പറിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് എന്നാണ്. അപ്പൊ എത്രയാ വരിക? 543 ഹൺഡ്രഡ്സ് ആണ് അല്ലെ. 543 ഹൺഡ്രഡ്സ്. ഹൗ മെനി ഹൺഡ്രഡ്സ് ഇൻ ദ സ്മോളസ്റ്റ് നമ്പർ? ചെറിയ നമ്പറിൽ എത്ര ഹൺഡ്രഡ്സ് ആണ്? 123 ഹൺഡ്രഡ്സ് അല്ലേ. 123 എന്ന് എഴുതുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.